ഗുരുവായൂർ ഒന്ന് അന്വേഷിക്കുക പ്രൈലേഷായിട്ട് ആരാണ് എന്താണെന്ന്. മുന്നേ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ബദറുവിനും ഉപ്പാക്കും എല്ലാവർക്കും എന്നെ അറിയാം, നിന്റെ ഭാര്യയ്ക്ക് അറിയാം, നിന്റെ പെങ്ങൾക്കൊക്കെ അറിയാം. എന്റെ വീട്ടിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. 13 ലക്ഷം നിന്ന് ദൈവം സഹായിച്ചു. എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പൈസ ഒന്നല്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ഉമ്മാനെ ചോദിക്കുന്ന സമയത്ത് മുഴുവൻ എൻ്റെ ഒരു സഹോദരി എന്ന ലെവലിലല്ലാണ്ട് ഇന്ന് വരെ മോശമായിട്ടൊരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ എൻ്റെ ഭാര്യയോടോ പെങ്ങളോടോ ഒരാളോടും ചെറിയ 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 താത്തമാരോടോ നിങ്ങളുടെ കുഞ്ഞുമാന്മാരോടോ ആരോടും ഞാൻ എൻ്റെ ഒരു സഹോദരൻ എന്നല്ലാണ്ട് എന്നെ കൊണ്ട് ചോദിക്കുന്ന ബിസിനസ് ഇത്രയും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കച്ചവടമാണ്, എന്താ നിങ്ങളെ ഒരു പെട്ടിക്കടയാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന ലക്ഷങ്ങൾ ഞാൻ അന്നും ബദ്രുവിനോട് ചോദിക്കും. ബദ്രുവിന് ഫ്രിഡ്ജ് മേടിക്കണേ കാശ്, കോഴിക്കോട് പോയിട്ട് തുണിയെടുക്കണേ അവിടെ ചെന്നപ്പോൾ കാശ്, പലയിടത്തും 13 ലക്ഷം. എൻ്റെ മോനും എൻ്റെ ഭർത്താവ് അറിയാത്ത രഹസ്യക്കില്ല, ഒരു വിഷമമില്ല, എത്ര ലക്ഷം ചേട്ടൻ തന്നാലും പൈസ അടയ്ക്കും. ഇനി ഞാൻ ഈ 13 ലക്ഷം റുപ്യ നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഇന്ന് ഡേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, നല്ലൊരു ദിവസമാണ് നിൽക്കി, ദീപാവലിയും കൂടിയാണ്, ഒക്ടോബർ 20. ഒരു 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഭഗവാൻ തന്നെ സത്യം, ഞാനത് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകേണ്ട അപ്പുറത്ത് പണി ഞാൻ ചെയ്യും. മുന്നേ നിന്നെ കാട്ടി കുറുമ്പം വാശികളാണ് ഞാൻ. നീയൊന്നും എൻ്റെ മുമ്പിലേക്ക് വിഷയമല്ല. പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. അത് നിങ്ങൾ കുടുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കോമ്പറ എനിക്ക് ആ പൈസ പോയിക്കോട്ടെ, 13 ലക്ഷം റുപ്യ അല്ലേ, ഈ വിഷയമല്ല അത് കേട്ടോ. ഓക്കെ. ഹൈറൂന്റെ ഫോൺ എടുക്കത്ത്, ഹൈറൂന്റെ പല്ലവിയിലത്തെ ഫ്ലാറ്റൊക്കെ എനിക്കറിയാം, ഞാൻ അവിടേക്ക് വരും കേട്ടോ. വെറുതെ നമ്മൾ തമ്മിൽ വർത്തമാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ 2000 രൂപ അടക്കണതിന്റെ കാര്യം എനിക്ക് എന്താണെന്ന് അറിയിക്കണം. ഇതിപ്പോ പൈസ നിങ്ങൾ അടക്കണില്ലേ, അതിന്റെ വഴികൾ പറഞ്ഞോളെ, അടക്കില്ല കുഴപ്പമില്ല. എനിക്ക് ഇപ്പോ അതിനൊക്കെ ചങ്കൂറ്റത്തിലും തന്റെ ഇടത്തിൽ തന്നെയാണ് ഞാൻ ഈ നിൽക്കണത്, ഈ കാശ് ഇത്രയും കൊടുക്കണത്, പലിശ മേടിക്കണതൊക്കെ. നിങ്ങൾ പറയണ എനിക്ക് നിങ്ങൾ കാശിനില്ല, കിടക്കാൻ പാകല്ലെന്ന് അടക്കണ്ട. ഞാനത് അഫ്സലിനെ എനിക്ക് വിവരം അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അഫ്സൽ നിങ്ങളെ കുടുംബം കലക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഉമ്മയും മോനല്ലേ, എന്തെങ്കിലും കുടുംബമൊന്നും കലക്കില്ല. ഭഗവാൻ സത്യം, എനിക്കിതിന് റിപ്ലൈ കിട്ടണം. എന്താണ് ഈ 4000 6000 ചേർന്ന ആള് 4000 പോയി 2000 ആയതിന് വിവരമൊക്കെ അറിയണം. അല്ലെങ്കിൽ ഞാൻ പല്ലവിലേക്ക് വരും. തല്ലൂടാണെന്നല്ല, എനിക്ക് കാര്യങ്ങൾ അറിയാണല്ലോ. തരാനുള്ള 5000 പിന്നെ എന്താ തരിക? എന്തൊരു കഷ്ടങ്ങളെ കൊണ്ടൊക്കെ. നിങ്ങളൊക്കെ എത്ര ലക്ഷങ്ങൾ വായിൽ പച്ചക്കറി കല്യാണ ദിവസമായി പോയിന്ന്.